ഏതവനാടാ? ആരാടാ നീ? എടാ ആരാടാ? ആരാടാ? നോക്കണോ? അമ്മയ്ക്ക് താലി നഷ്ടപ്പെട്ടതിന് പകരമായി അദ്ദേഹം ഒരു പൂജിച്ച ചരട് അമ്മയ്ക്ക് നൽകുകയും ചെയ്തു. പകരം എന്താ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുക? സാധാരണ ഇവിടെ നിവേദ്യച്ചോറ് ബാക്കി വരാറ് പതിവില്ല. ഇന്നെന്തോ നിങ്ങൾ ഇവിടെ എത്തുമെന്ന് ദേവി മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവും ദേവിയുടെ കാരുണ്യത്തിൽ കുറച്ച് ചോറ് ബാക്കി വന്നു. വിഭവങ്ങളൊക്കെ കുറവാണ്, എന്നാലും തൽക്കാലത്തേക്കുള്ള വിശപ്പ് മാറുമല്ലോ. ഇതാ പിടിച്ചോളൂ. തിരുമേനിക്ക് എന്തെങ്കിലും ദക്ഷിണ തരേണ്ടതാ. പക്ഷെ ഇപ്പൊ എന്റെ കയ്യില് നിങ്ങൾ ഇന്ന് എന്നോട് കാണിച്ച ഈ സ്നേഹവും ബഹുമാനവുമാണ് ഇന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദക്ഷിണ. നിങ്ങളുടെ അവസ്ഥ ശരിക്കും അറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ടല്ലോ. നിങ്ങളിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇവിടെ നിങ്ങൾ ദേവിയുടെ തണലിലാണ്. നിങ്ങൾക്കിവിടെ ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. സമാധാനമായിരുന്നോളൂ. ഞാൻ വീട്ടിലേക്ക് പോവുക. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. സമാധാനമായി കിടന്നുറങ്ങിക്കോളൂ. നമുക്ക് കഴിക്കാം അമ്മേ. കഴിക്കമ്മേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മ കഴിക്കേ. വിഷമിക്കല്ലേ അമ്മ. അമ്മ കരഞ്ഞ എനിക്കും വിഷമാവും. കിടക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാതിരുന്ന നമുക്ക് ദേവി ഇവിടെ ഒരു സ്ഥലം തന്നിരിക്കുക. ആ ദേവിയുടെ മുന്നിൽ നമ്മൾ ഇരിക്കുന്ന ദേവിയുടെ നൈവേദ്യ ചോറുണ്ണുമ്പോ കരയാൻ പാടില്ല. കരഞ്ഞ ദേവിക്ക് ഇഷ്ടപ്പെടില്ല, പറഞ്ഞേക്കാം. നമ്മള് കരയാൻ പാടില്ലമ്മേ. നമ്മള് കരഞ്ഞ വേറെ പലരും ജയിക്കും. ഏതവനാടാ? ആരാടാ നീ? എടാ ആരാടാ? ആരാടാ? നോക്കണോ? അയ്യോ, ഇതാരും മഹിയോ? ഈ രാത്രിയില് നീ എങ്ങോട്ടാ പോന്നെ? ആ ഇറങ്ങ്, ചോദിക്കട്ടെ. ആ എവിടെ പോ? ഒന്നുമില്ല ചേട്ടാ, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോവായിരുന്നു. ഫ്രണ്ടിനെ കാണാനോ? ഈ രാത്രിയിലോ? അതെ, കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നു. ആ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫോണിൽ കൂടി ഡിസ്കസ് ചെയ്താൽ പോരായിരുന്നോ? ആ അതെ, പക്ഷെ അതിനെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ അതവിടെ നിൽക്കട്ടെ മതി.
ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നല്ലേ? ആ അങ്ങനെ സംഭവിച്ചു പോയി. അതൊക്കെ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചല്ലേ? എപ്പോഴും എന്തിനും വിളിക്കുന്ന രമചേച്ചി പോലും എന്നോടത് പറഞ്ഞില്ല. ചേട്ടാ എനിക്കും കുറച്ച് അത്യാവശ്യമുണ്ട്. നമുക്കിത് പിന്നീട് സംസാരിക്കാം. പിന്നീടോ? കല്യാണത്തിനെങ്കിലും വിളിക്കൂ എന്നെ, അതോ ഈ രാത്രിയിലെ രഹസ്യയാത്ര പോലെ മൂടി വെക്കൂ? ചേട്ടാ പ്ലീസ് ആ വണ്ടി ഒന്ന് മാറ്റിയിട്, ഞാൻ പോട്ടെ. ഞാൻ രമാനിലയത്തിലൊരു ഫാമിലി ഫ്രണ്ട് അല്ലേ? ഈ രാത്രിയില് നീ ഇത്ര അത്യാവശ്യമായിട്ട് തേടി പോകുന്ന ഫ്രണ്ട് ആരാണെന്നും അത്ര വലിയ അത്യാവശ്യം എന്താണെന്നും അറിഞ്ഞാ കൊള്ളായിരുന്നു. ചേട്ടാ നമുക്ക് പിന്നെ സംസാരിക്കാം. കാണാം. മഹി, ഇത് സുഹൃത്തിനെ കാണാനുള്ള പോക്കല്ല. ഞാൻ അറിയാതെ എന്തൊക്കെയോ പുകയുന്നുണ്ട്. ഏതായാലും അതിനെ ഒരു കാട്ടുതീയാക്കുന്നരി. ഒരു വിരോധവുമില്ല മോളെ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ദേവി ആർക്കു മുന്നിലും വാതിൽ കൊട്ടി അടക്കില്ല. ഇവിടെ താമസിക്കുന്നതിന് പകരമായി അമ്പലം വൃത്തിയാക്കുന്നതും പ്രസാദം തയ്യാറാക്കുന്നതും അടക്കം എല്ലാ ജോലികളും അമ്മ ചെയ്തോളാന്നാ പറഞ്ഞ്. അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാം ദൈവഹിതം പോലെ നടക്കും. ദേവി നിങ്ങൾക്കൊപ്പമുണ്ട്. പല പല ദേവീക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാൻ ഇറങ്ങി തിരിച്ച ദേവീ ഭക്തര. ദേവിയെ സ്മരിച്ച് ദേവീ സഹസ്രനാമം ഉരുവിട്ട് ഓരോ ദിവസവും ഓരോ ഇടങ്ങൾ തേടി നടക്കുന്ന ഭക്തർ. ഇന്ന് രാത്രി ഇവരും ഇവിടെയാണ് തങ്ങുന്നത്.